ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് നജു. ഇന്ന് ഞാൻ ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചെറുപയർ കൊണ്ട് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഞാൻ ഈ ചെറുപയർ പായസം ഉണ്ടാക്കിയെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. പായസം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് പായസം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഈ ഒരു ചെറുപയർ പായസം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ചെറുപയറൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. സോക്ക് ചെയ്ത് വെക്കാതെയും ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ 250 ഗ്രാമിൻ്റെ കപ്പിൽ 1/4 കപ്പാണ് ചെറുപയർ എടുത്തിട്ടുള്ളത്. ഞാൻ ഈ ചെറുപയർ ഒരു 2 മണിക്കൂറാണ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ 2 മണിക്കൂറിന് ശേഷമുള്ളതാണ് ഈ കാണിക്കുന്നത്. ആദ്യം തന്നെ ഈ ചെറുപയർ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുക്കുക. എന്നിട്ട് ചെറുപയർ നന്നായിട്ട് കഴുകിയ ശേഷം ചെറുപയർ കുക്കറിലേക്ക് മാറ്റിയെടുക്കുക. ഇനി എത്രയാണ് ചെറുപയർ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ വേവിച്ചെടുക്കുക. പിന്നെ നമ്മൾ സോക്ക് ചെയ്യാതെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 4 വിസിൽ കുക്കറിൽ വേവിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ചെറുപയർ വേവുന്ന സമയം കൊണ്ട് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു തേങ്ങ മുഴുവനായിട്ടും ചിരകി എടുത്തിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇതിലേക്കുള്ള ശർക്കര കൂടെ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4 ശർക്കര എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 3 ഏലക്കായ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ചുക്കുപൊടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചെറുപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. ഇങ്ങനെ ഉടച്ച് കൊടുക്കുമ്പോഴാണ് പായസം നല്ല ടേസ്റ്റും അതുപോലെ തന്നെ പായസത്തിലെ ചെറുപയറൊന്നും അടുക്കി പോവാതെ നല്ല തിക്നെസ്സിൽ തന്നെ പായസം കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ശർക്കര ഒന്ന് അരിച്ചെടുക്കണം. അതിൽ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മിക്സിയിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് വേവിച്ച് വെച്ച ചെറുപയറിലേക്ക് നേരത്തെ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് അടച്ച് വേവിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുക്കറിൻ്റെ അടപ്പൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിസിൽ ഊരി വെച്ചിട്ടുണ്ട്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ചും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ തേങ്ങാപ്പാലിലുള്ള തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ഇതിൽ തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ശർക്കരയും ചെറുപയറൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിന് പകരം നമുക്ക് പാല് യൂസാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/4 ടീസ്പൂണിലും കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്ന് കുറച്ചൊന്ന് വറ്റി വരാനായിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊന്ന് തിളക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ ചെറുപയർ പായസം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചും കൂടെ തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടിപ്പ് നമുക്ക് യൂസാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് അലിയിച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു മിക്സ് നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പായസം നല്ല തിക്നെസ്സിൽ തന്നെ ആയി കിട്ടും. പിന്നെ നല്ലൊരു ടേസ്റ്റും കൂടെയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കൈ വിടാതെ ഒന്ന് ഇളക്കിയെടുക്കുക. അങ്ങനെ മിക്സാക്കിയ ശേഷം നമുക്ക് ആ ഒരു സമയം കൊണ്ട് തന്നെ ഇതിലേക്കുള്ള തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ അല്പം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ബ്രൗൺ കളറിലാവട്ടെ. നമുക്ക് ചെറുപയർ പായസത്തിലേക്ക് വറുത്തെടുത്ത് ഇട്ട് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് തേങ്ങാക്കൊത്ത് തന്നെയാണ്. അപ്പോൾ ഇതാ ആ ഒരു സമയം കൊണ്ട് പായസം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി ഇത് കുറച്ച് തണുക്കുന്ന സമയത്ത് ഇതിനേക്കാളും നല്ല കട്ടിക്ക് തന്നെ ആയി കിട്ടും. അപ്പോഴൊന്ന് മീഡിയം ഫ്ലെയിമിലിടുക. ആ സമയം കൊണ്ട് നമ്മുടെ വറവ് ഇവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഇതാ തേങ്ങാക്കൊത്തൊക്കെ നല്ല ബ്രൗൺ കളറിലായിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് വറുത്തെടുത്ത തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള
ചെറുപയർ പായസം റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കുകൾ അറിയിക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, പിന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കുകൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ ഉണക്കലരിയുടെ 2 തരം പായസവും അതുപോലെ തന്നെ മക്രോണി പായസമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല വീഡിയോസുമായി ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും വരും. താങ്ക്സ് ഫോർ വാച്ചിങ്.